ഹലോ നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡാർട്ടിലെ ക്ലാസ്സസിനെ കുറിച്ചും ഒബ്ജക്ട്സിനെ കുറിച്ചുമാണ്. അപ്പോൾ എന്താണ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ്സിനെ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്ലാനിനെയാണ് നമ്മൾ ആക്ച്വലി ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വീട് ഉണ്ടാക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർ ഉണ്ടാക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻറ്റിനെ നമുക്ക് ക്ലാസ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ പ്ലാൻ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ആക്ച്വൽ ഹൗസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂ പ്രിൻ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ ആക്ച്വലി ക്ലാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ പ്രിൻ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ആക്ച്വൽ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു കാറിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാർ ക്ലാസ്സിന് പ്രധാനമായിട്ടും ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു കാറിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ എത്ര വീൽസ്, നമ്പർ ഓഫ് വീൽസ് എന്നുള്ളത് ഒരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഡോഴ്സ്, അങ്ങനെ ഒരു കാറിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ, നമുക്ക് ആക്ച്വൽ ഒരു പ്രൊഡക്റ്റ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, ബട്ടൺസ്, അതേപോലെ തന്നെ ഇമേജസ്, ഈ സാധനങ്ങളെല്ലാം തന്നെ പ്രോപ്പർട്ടീസ് ആണ്. അതായത് ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ കാറിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു പ്രോപ്പർട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ്സ് ആണ്. ഓക്കെ, അതായത് ആക്ച്വൽ ഫങ്ഷണാലിറ്റീസ്, ആ ഒരു പ്രൊഡക്റ്റിനകത്ത് ഫങ്ഷണാലിറ്റീസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ കാറിന് മൂവ് ചെയ്യാൻ പറ്റണം, അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മുടെ കാറിൽ എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് ഉണ്ടോ ആ ഒരു ഫങ്ഷണാലിറ്റീസ് ഒക്കെ നമ്മുടെ മെത്തേഡ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് ആക്ച്വലി രണ്ട് കാര്യങ്ങളാണുള്ളത്, പ്രോപ്പർട്ടീസും മെത്തേഡ്സും. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിൻ്റെ കളർ, നമ്പർ ഓഫ് വീൽസ്, നമ്പർ ഓഫ് ഡോഴ്സ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെയൊക്കെ ക്യാരക്ടറൈസ് ചെയ്യുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടീസിൽ പെടും. മെത്തേഡ്സിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കൊടുക്കുന്നത് മെത്തേഡ്സിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ക്ലാസ് എന്നൊരു കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ക്ലാസ്സിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മളൊരു കാറിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു കാർ ക്ലാസ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാർ എന്നൊരു നെയിം കൊടുക്കുന്നു. ഇവിടെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു കാറിൻ്റെ ഒരു നമ്മൾ കൊടുക്കുന്ന പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. നമ്മൾ വേരിയബിൾസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം സ്മോൾ ലെറ്റർ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അല്ലേ. എന്നാൽ നമ്മളൊരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ കാർ എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം രണ്ട് കേളി ബ്രേസസ് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇവിടെ ഒരു കേളി ബ്രേസ് കൊടുത്തു, ഇവിടെ ഒരു കേളി ബ്രേസ് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മളൊരു ക്ലാസ്സിനെ സ്ട്രക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്ലാസ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുത്തു, ക്ലാസ്സിന് ഒരു പേര് കൊടുത്തു, അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം തുടങ്ങുന്നത്, പിന്നെ രണ്ട് കേളി ബ്രേസസും മുകളിലും താഴെയായിട്ട് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇതിപ്പം ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് വീൽസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിം കൊടുത്തു. അതിനുശേഷം അതിനൊരു വാല്യൂ കൊടുത്തു. ആക്ച്വലി ഇതൊരു വേരിയബിൾ ആണ്. നമ്മൾ വേരിയബിളിനെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇത് ആക്ച്വലി ഒരു വേരിയബിൾ ആണ് അല്ലേ. പക്ഷേ ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പം അതിനെ നമ്മൾ പ്രോപ്പർട്ടീസ് എന്നാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞു. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മളൊരു മെത്തേഡ്, ആക്ച്വലി ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ കാറിനെ ഡ്രൈവ് എന്നൊരു ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളൊരു വോയിഡ് കീവേഡ് കൊടുത്തു. നമ്മൾ നോർമലി ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു വോയിഡ് കീവേഡ് കൊടുത്തു. അതിനുശേഷം അതിന് ഡ്രൈവ് എന്നൊരു പേര് കൊടുത്തു. നമ്മുടെ രണ്ട് പാരാന്തസിസ് ഓപ്പൺ ചെയ്തു, രണ്ട് കേളി ബ്രേസും കൊടുത്തു. അതിനുള്ളിൽ നമ്മളൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, വീൽസ് റോളിംഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുത്തു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ ആണ്. പക്ഷേ ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിനെ എങ്ങനെയാണ് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന. ഒരു ക്ലാസ്സിലുള്ളത് പ്രോപ്പർട്ടീസും ഉണ്ടാവും, മെത്തേഡ്സും ഉണ്ടാവും. നമ്മൾ രണ്ടും ഇത് കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമ്മളൊരു ക്ലാസ്സിനൊരു നെയിമും കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് വെച്ചിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ ആക്ച്വലി നമ്മുടെ ബ്ലൂ പ്രിൻ്റ് ആണ് അല്ലേ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാറിനെ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആണിത്. ഇതിനകത്ത് പ്രോപ്പർട്ടീസും ഉണ്ട്, മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിനെ വെച്ചിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു.
അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് നമ്മളൊരു പേര് കൊടുത്തു. ഇപ്പോൾ ഞാനിവിടെ മൈ ന്യൂ കാർ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. അതിനുശേഷം ഒരു ഈക്വൽ സിമ്പിൾ ഇടുക. അതിനുശേഷം നിങ്ങളിവിടെ നമ്മുടെ ആ ഒരു കാർ എന്ന് പറഞ്ഞിട്ട് 2 empty parentheses ഇട്ടിട്ട് ഒരു സെമിക്കോളൻ ഇട്ടിട്ട് നമ്മളൊരു പുതിയ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ മൈ ന്യൂ കാർ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ നമ്മുടെ ക്ലാസ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കിപ്പം കൺഫ്യൂസിങ് ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റ് പാഡിൽ നമുക്കൊരു പുതിയ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡാറ്റ് പാഡ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റ് പാഡ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വലി ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ക്ലാസ്സിന് നമ്മളൊരു പേര് കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ കാറിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് കാറിനെ കുറിച്ച് തന്നെ ചെയ്യാം, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹ്യൂമനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുവാണ്. അതിനുശേഷം 2 കേളി ബ്രേസസ് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഒബ്വിയസ്ലി നമുക്ക് പ്രോപ്പർട്ടീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പ്രോപ്പർട്ടീനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിന് ഞാൻ ആക്ച്വലി ഹൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഹൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കൊടുക്കുന്നു. അപ്പോൾ ഇതിന് ഞാനൊരു വാല്യൂ കൊടുക്കുവാണ്. ഒരു ഹൈറ്റ് നമുക്കൊരു 15 എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. അതായത് നമ്മൾ ആക്ച്വലി ഒരു ഹ്യൂമൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഹ്യൂമനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫോൾട്ടായിട്ട് വരേണ്ട ഒരു ഹൈറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹൈറ്റ് പ്രോപ്പർട്ടി കൊടുത്തു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏജ് പ്രോപ്പർട്ടിയും കൂടി കൊടുക്കാം. സോ ഞാനിവിടെ ഏജ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഏജ് ആക്ച്വലി ഒരു കൊച്ചുണ്ടായി കഴിയുമ്പോൾ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് എന്താ പറയുക 0 ആയിരിക്കും അല്ലേ അതിൻ്റെ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ 2 പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മളിപ്പോൾ മെത്തേഡ്സ് കൊടുക്കുന്നില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആക്ച്വലി കൊടുത്തതിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നമ്മുടെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഞാനൊരു ആക്ച്വൽ ഹ്യൂമനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിനെ വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ആ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യം തന്നെ നമ്മുടെ ക്ലാസ് നെയിം നമ്മളിവിടെ കൊടുക്കുക. ഹ്യൂമൻ എന്ന് പറഞ്ഞ ക്ലാസ് നെയിം കൊടുക്കുന്നു. അതിനുശേഷം ഇതിനൊരു പേര് കൊടുക്കുക. ഹ്യൂമൻ്റെ പേര് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അലക്സ് എന്നൊരു നെയിമാണ് കേട്ടോ കൊടുക്കുന്നത്. അലക്സ് എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കൊടുത്തു. അതിനുശേഷം ഒരു ഈക്വൽ സിമ്പിൾ ഇടുക. അതിനുശേഷം നമ്മളൊരു പുതിയ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് നമ്മുടെ ഹ്യൂമൻ ക്ലാസ് 2 empty parenthesesഉം ഒരു സെമി കോളനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ അലക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഹ്യൂമനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആക്ച്വലി നമുക്ക് ഈ ഒരു അലക്സിനെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അലക്സിൻ്റെ ഹൈറ്റ് എത്രയാണ്? നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ അലക്സിൻ്റെ ആ ഒരു ഹൈറ്റിനെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതിനുശേഷം അലക്സ് ഡോട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ ഏജ് ഒക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ഡോട്ട് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഹ്യൂമൻ ക്ലാസ്സിലെ ക്യാരക്ടറിസ്റ്റിക്സിനെ കോൾ ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ അലക്സിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നു. അതിനുശേഷം സെമിക്കോളനും കൂടി ഇട്ട് ഇനി പ്രിൻറ്റ് ചെയ്യാണ് കേട്ടോ. പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ 15 എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് അലക്സിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 15 ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു പുതിയൊരു ഹ്യൂമനെയും കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിന് ഞാൻ അലീന എന്നൊരു പേര് കൊടുക്കുകയാണ്. അതിന് ഞാൻ നമ്മുടെ പുതിയൊരു ഒബ്ജക്റ്റിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം സെമിക്കോളനും കൂടി കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു അലക്സിന് പകരം നമുക്ക് ഈ ഒരു അലീനയുടെ ഹൈറ്റ് ഒന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ അലീനയുടെ ഹൈറ്റാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല, ബിക്കോസ് ഇവിടെയും 15 തന്നെയാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ ബേസിക് ആയിട്ട് കൊടുത്തുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹ്യൂമൻസിനും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലാസ് വെച്ചിട്ട് ഒരു പുതിയൊരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പുതിയ ഹ്യൂമനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫോൾട്ട് ഹൈറ്റ് 15 എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഏതൊരു ഹ്യൂമനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിനൊരു ഡിഫോൾട്ട് ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ബിക്കോസ് ഓരോ മനുഷ്യർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈറ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അതെന്താണെങ്കിലും നമുക്ക് എല്ലാ ഹ്യൂമൻസിനെ എല്ലാ പ്രൊഡക്റ്റിനെയും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഹ്യൂമൻ്റെ കേസിൽ എല്ലാം ഡിഫറെൻ്റ് അല്ലേ?
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഹൈറ്റ് നമുക്ക് ഒരിക്കലും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ക്ലാസ് കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി നമ്മുടെ കോഡിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺസ്ട്രക്ടറെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ലാസ് നെയിം നമ്മളിവിടെ കൊടുക്കുക. ഇപ്പോൾ ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് നെയിം ഞാനിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ 2 പാരാന്തസിസും 2 കേളി ബ്രേസസും കൂടി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് കൊടുക്കുന്നത് അല്ലേ. അപ്പം ഏജിൻ്റെ കേസ് ഓക്കെയാണ്, എല്ലാ കൊച്ചുങ്ങളും 0 ഏജിലാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ദിസ് ഡോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഏജ് നമ്മളിവിടെ കൊടുക്കുന്നില്ല, നമ്മൾ ഈ ഒരു ഹൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളിവിടെ സെമി കോളനും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കൺസ്ട്രക്ടറെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനിപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു ഡിഫോൾട്ട് വാല്യൂ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു വേരിയബിളിനെ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മളിത് പ്രിൻറ്റ് ചെയ്യാൻ നോക്കുകയാണെന്ന് വിചാരിക്കുമോ, നമുക്ക് ആക്ച്വലി ഒരു എറർ കാണിക്കും. ബിക്കോസ് നമുക്ക് വാല്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഒരു ഓരോ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ഹൈറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഡിഫോൾട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റിനും ഒരു സ്പെസിഫിക് ഹൈറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹൈറ്റ് കൊടുക്കുകയാണ്. ഇപ്പം അലക്സിനൊരു 18 സെൻറ്റിമീറ്റർ ഹൈറ്റും അലീനയ്ക്ക് നമ്മളൊരു 17 സെൻറ്റിമീറ്റർ ഹൈറ്റും കൊടുക്കുവാണ്. ഇനി ഞാനിവിടെ അലക്സിൻ്റെ ഹൈറ്റ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അലക്സ് ഡോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനിവിടെ റൺ ചെയ്യാനായിട്ട് പോവാണ്. കണ്ടില്ലേ, 18 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്കിപ്പം അലീനയുടെ ആ ഒരു ഹൈറ്റാണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അലീന ഡോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അതിനുശേഷം റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലീനയുടെ ഹൈറ്റ് ആയിട്ടുള്ള 17 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എങ്ങനെയാണ് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഹൈറ്റ് എല്ലാത്തിനും കൊടുക്കണം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഓരോ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി കോഡിൽ അപ്ലൈ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി കാണും. ഇങ്ങനെയാണ് നമ്മളൊരു കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇതിനകത്തൊരു പുതിയൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അതായത് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഓരോ പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ ഓരോ ഹ്യൂമണും നമുക്കൊരു സ്പെസിഫിക് ഒരു ഹൈറ്റും കൂടി കൊടുക്കണം, വെയിറ്റും കൂടി കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ദിസ് ഡോട്ട് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു കോമ ഇട്ടതിന് ശേഷം വെയിറ്റ് എന്ന് കൊടുക്കാം. വെയിറ്റ് ഞാൻ ആക്ച്വലി ഇതിന് ഒരു 2 kg വെയിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ അലീനയ്ക്ക് നമ്മുടെ അലീനയ്ക്ക് ഒരു 5 kgയും നമ്മളൊരു വെയിറ്റ് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഹൈറ്റിന് പകരം നമ്മൾ വെയിറ്റാണ്, അലക്സിൻ്റെ വെയിറ്റാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ അലീനയുടെയും വെയിറ്റാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് ഇൻഫർമേഷൻ, അതായത് 2 ഒബ്ജക്റ്റിനും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുത്തത്. അതാണ് പ്രിൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്താണെന്നും ഒബ്ജക്റ്റ് എന്താണെന്നും കൺസ്ട്രക്ടർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടി വാല്യൂ കൊടുക്കാനുള്ള കാര്യങ്ങളും നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് കൺസ്ട്രക്ടറെ ക്ലാസിനെയും ഒബ്ജക്ട്സിനെയും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്.